ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 3 പൈലാണ് വെച്ചിട്ടുള്ളത്. സ്റ്റോൺസും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സ്റ്റോൺ ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു നമ്പറോ സ്റ്റോണോ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ ആൻസറാണ് നമ്മൾ നോക്കുന്നത്. മജീഷ്യൻ. അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ആ വ്യക്തി നിങ്ങളിലേക്ക് 100% തിരികെ എത്തുന്നതാണ്. അതുകൊണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാകുന്നുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് എന്നുള്ളത്. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവർക്ക് നോ എന്നുള്ള ആൻസറാണ്. കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തി ഇനിയും കുറേ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും എന്ന് ആ വ്യക്തി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ തിരികെ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹൃദയം വളരെയധികം വേദനിച്ചിട്ടുള്ളൊരു സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. ഒരുപക്ഷെ അത് തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം. മൂന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവർക്ക് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കും. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നതിനെക്കുറിച്ച് ആ വ്യക്തി വളരെ ഗാഢമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള വഴികൾ തേടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുമൊത്ത് ഒരു പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ വ്യക്തി ഒരുക്കമാണെന്നുള്ളതാണ്. അതിനുള്ള വഴികൾ അന്വേഷിക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻസ് നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ വർക്കാകുന്നുണ്ട്. എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരുമിക്കാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു ഐഡിയ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ദൈവത്തിൻ്റെ വരദാനമാണെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഒരുമിച്ചൊരു ജീവിതം ആ വ്യക്തി ഡ്രീം കാണുന്നുണ്ട്. നിങ്ങൾ ഒരുമിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സമൃദ്ധമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ പ്രോസ്പെറസ് നിറഞ്ഞിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് ബ്രൈറ്റ് ആയിട്ടൊരു ഫ്യൂച്ചർ ആയിരിക്കാം ഈ ഒരു പേഴ്സണോടൊപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.